നമസ്കാരം. തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ജൻസികൾക്കും പൂക്കികൾക്കും വാരിക്കോരി കൊടുത്ത വാഗ്ദാനങ്ങൾ നടപ്പാക്കാത്തത് ആക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ എന്നും സർക്കാർ മോഡിഫിക്കേഷൻ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നും ഒക്കെ എന്തായാലും ഈ സർക്കാരിന്റെ അടുത്ത് ചോദിക്കണ്ടേ? അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ആരാണ്? സജി ചെറിയാനാണെന്ന് ഈ ചോദ്യം ചോദിച്ചത്. യു ടേൺ അടി സർക്കാർ ഈ വിഷയത്തിൽ എങ്ങനെയാണ് യു ടേൺ അടിക്കുന്നതെന്ന് മന്ത്രി സി പി ജോണും കാണിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും സി പി ജോൺ സൂപ്പറാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. മന്ത്രിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. മോഡിഫിക്കേഷൻ അനുവദിക്കുന്നതിൽ കേന്ദ്രത്തിന്റെ നിയമാവലി ബാധകമാണെന്നാണ് മന്ത്രി സഭയിലങ്ങ് പറഞ്ഞത്. അപകടകരമല്ലാത്ത മോഡിഫിക്കേഷൻ അനുവദിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അമിതമായ വെളിച്ചവും ശബ്ദവും പുറത്തേക്ക് വരുന്ന തരത്തിലുള്ള മോഡിഫിക്കേഷൻ അംഗീകരിക്കാൻ സാധ്യമല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്ത് മോഡിഫിക്കേഷൻ? ഇത് തന്നെയല്ലേ നേരത്തെ പിണറായി വിജയന്റെ സർക്കാർ ഈ പൂക്കി മന്ത്രിസഭ ഭരണത്തിൽ വരുന്നതിന് മുമ്പ് ഭരണപക്ഷത്തിലിരുന്ന സർക്കാരിനെതിരെ പ്രതിപക്ഷം പല രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന സമയത്ത് മോഡിഫിക്കേഷൻ ഞങ്ങൾ എന്ത് വന്നാലും നടപ്പിലാക്കുമെന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ പറയുന്ന സമയത്തൊക്കെ പറഞ്ഞത് ഇത് തന്നെയല്ലേ? അത്തരത്തിലുള്ള മോഡിഫിക്കേഷൻ ഒന്നും നടത്താൻ കഴിയില്ല, അങ്ങനെ ആ നിയമത്തിൽ ഒരു ഭേദഗതി വരുത്താനും സംസ്ഥാന സർക്കാരിന് കഴിയില്ല എന്ന് പറഞ്ഞപ്പോഴൊന്നും ആരും കേട്ടില്ല. പൂക്കി പറയുന്നത് എല്ലാവരും കേട്ടു. ഇപ്പൊ എന്തായ അവസ്ഥ? ഇപ്പൊ പറയാണ്, മന്ത്രി പറയാണ്, കളർ കോഡ്, അപകടകരമല്ലാത്ത ഫിറ്റിംഗ്സ്, വാഹനത്തിന്റെ പുറത്തേക്ക് തുറിച്ചു നിൽക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ പിടിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള മോഡിഫിക്കേഷനെ കുറിച്ച് വിശദമായി പരിശോധിക്കുകയാണ്. എപ്പ നമ്മുടെ ഈ മന്ത്രിയമ്മാനോട് ചോദിച്ചാലും മന്ത്രിയമ്മാൻ പറയുന്ന ഡയലോഗ് ഇത് തന്നെയാണ്. 5 വർഷം മൂപ്പർ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എന്താണ്? കേന്ദ്ര നിയമമാണത്. ആ നിയമം ഭേദഗതി ചെയ്യാനോ അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താനോ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. അപ്പൊ പിന്നെ എന്തിനാണ് പൂക്കികളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് എന്നല്ലേ? അവരെ നൈസായിട്ട് പറ്റിച്ചു. അവർ വോട്ട് നമ്മുടെ വി ഡി സതീശന് സംഘത്തിന് വേണമായിരുന്നു. അതുകൊണ്ട് നൈസായിട്ട് അവരൊരു പ്രാങ്ക് ഷോ ഇറക്കി. ആ പ്രാങ്ക് ഷോയിൽ നമ്മുടെ പൂക്കി പിള്ളേരും നമ്മുടെ ജെൻസി പിള്ളേരും ഒക്കെ വീണു എന്നുള്ളതാണ്. എന്തായാലും സത്യം പറഞ്ഞാൽ പൂക്കികളെ നൈസായിട്ട് പറ്റിച്ചു, അവിടെ കിടക്കട്ടെ. ഇനി സ്വകാര്യ ബസ് ഉടമകളുടെ കാര്യം കൂടി പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. അവരുടെ അവസ്ഥ പരിതാപകരമൊന്നും പറയാതിരിക്കാൻ കഴിയില്ല. എന്ന് ഞാൻ 3-4 ഈ ബസ് ഉടമകളുമായിട്ട് സംസാരിച്ചോട്ട് സത്യം പറഞ്ഞ സങ്കടം തോന്നിപ്പോയി എന്നുള്ളതാണ്. ഈ പ്രിയദർശിനി സൗജന്യ യാത്ര വന്നതോടുകൂടി തന്നെ ഭയങ്കരമായിട്ട് ഇവർ ആകെ പൂട്ടിക്കെട്ടലിന്റെ വക്കിൽ എത്തിയിരിക്കുകയാണ്. അതൊരു വസ്തുതയാണ്, സത്യമാണെന്നുള്ളതാണ്. അത് നേരിട്ട് ഇന്ന് മനസ്സിലായി എന്നുള്ളതാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഒന്ന് മന്ത്രി യു ടേൺ അടി നടത്തിയിട്ടുണ്ട് കേട്ടോ. മൂപ്പര് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം തന്നെ പറയാം. അതായത് KSRTC പ്രിയദർശിനി പദ്ധതിക്ക് പിന്നാലെ സ്വകാര്യ ബസ് മേഖല നേരിടുന്ന പ്രതിസന്ധിയെ ഗൗരവമായിട്ട് കാണുകയാണെന്നാണ് ഇന്ന് നമ്മുടെ മന്ത്രി പറഞ്ഞു. ആലോചിച്ചിട്ട് എന്തേലൊക്കെ ഞാൻ ചെയ്യും എന്നുകൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. സ്വകാര്യ മേഖല എന്നതിലുപരി പൊതുഗതാഗതം കൈകാര്യം ചെയ്യുന്ന നിക്ഷേപകരുടെ മേഖലയായാണ് സ്വകാര്യ ബസ് മേഖലയെ കണക്കാക്കുന്നതെന്നും അതുകൊണ്ടാണ് ബഡ്ജറ്റിൽ ഒരിക്കലും ചെയ്യാത്തതുപോലെ നികുതി പകുതിയായി കുറച്ചതെന്നൊക്കെയാണ് പറയുന്നത്. ഈ നികുതി കുറച്ചിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഞാൻ ഈ ഉടമകളൊക്കെ ആയിട്ട് സംസാരിച്ചു. അവർക്ക് ഒരു ദിവസം കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു 160-170 രൂപയോ ഒക്കെയാണ് ഒരു ലാഭം കിട്ടുന്നത്. ആ പൈസക്ക് 1 ലിറ്റർ പെട്രോൾ അടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ പൈസക്ക് ഒരു ദിവസം അവർക്ക് ഓടിക്കാൻ കഴിയുമോ? ചുമ്മാ അവരെ പറ്റിക്കുകയാണ്. എന്നിട്ട് പറയാണ് ഞങ്ങൾ നികുതി ഇളവ് പ്രഖ്യാപിച്ചില്ലേ എന്നൊക്കെ പറയും. ഇത് ആരെ? ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന മന്ത്രിയുടെ വെറും ഗീർവാണമായിട്ട് മാത്രമാണ് അതിന് നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഇതുവഴി വർഷത്തിൽ 50,000 രൂപയുടെ ആനുകൂല്യമാണ് ലഭിക്കുക എന്നും എല്ലായിടത്തും ഒരുപോലെ ഒന്നും അല്ല പ്രതിസന്ധി എന്നൊക്കെ പറയുന്നുണ്ട്. അത് മൂപ്പർക്ക് ബസ്സില്ലാത്തതുകൊണ്ടാണ്. നെയ്യാറ്റിൻകരയിലും മലപ്പുറത്തും ഒരു പ്രതിസന്ധി ഇല്ല. രണ്ടുപേരും ഒരുമിച്ച് ഓടുന്ന മേഖലകളിൽ സ്ത്രീകൾ കൂടുതലായി KSRTC ആശ്രയിക്കുന്നുണ്ട്. ഒരു ദിവസം 1500-2000 രൂപ വരെ കുറഞ്ഞതായിട്ടാണ് പ്രതിനിധികൾ അറിയിച്ചതെന്നാണ് പറയുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നു ആ പ്രതിനിധികൾ UDF ചിലപ്പോൾ ഏതെങ്കിലും അടിമകളാകാനാണ് സാധ്യത. ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് 6000-7000 രൂപയൊക്കെയാണ് ഒരു ബസ് ഉടമയ്ക്ക് ഒരു ദിവസം നഷ്ടം വരുന്നത്. എന്നിട്ട് പറയാണ് ഇത്രം രൂപ മാത്രമേ നഷ്ടം വരുന്നുള്ളൂ എന്നൊക്കെ പറയാൻ കാണിച്ച മനസ്സ് ആരും കാണാതെ പോകരുത്. ഗൗരവത്തോടെ ഇതൊക്കെ കാണുന്നുണ്ടെന്നാണ് മന്ത്രി പറയുന്നത്. ഇപ്പൊ സത്യത്തിൽ ഗൗരവത്തോടെ കാണുന്നുണ്ടോ എന്നുള്ള സംശയം തോന്നിപ്പോവുകയാണ്. എന്തായാലും നടപടികളൊക്കെ ആലോചിച്ച് തന്നെ ചർച്ച ചെയ്യാനായിട്ട് നിന്നു. എന്തായാലും സ്വകാര്യ ബസ് ഉടമകൾ അതിനു മുമ്പ് തന്നെ അവര് തന്നെ ഊട്ടി കെട്ടിപ്പോക്കോളും. കാരണം അവർക്ക് ഇപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറിയിട്ടുണ്ട്. കാസർഗോഡ് 20ഓളം സ്വകാര്യ ബസ്സുകളാണ് ഇതിനോടൊപ്പം തന്നെ സർവീസ് നിർത്തിയത്. ഇത് മന്ത്രി പറഞ്ഞു നമ്മൾ കേട്ടോ. ഇല്ല, ജൂലൈ 1 മുതൽ കൂടുതൽ സർവീസുകൾ അവസാനിപ്പിക്കുമെന്നാണ് വിവരം വന്നുകൊണ്ടിരിക്കുന്നത്. അന്തർ സംസ്ഥാന ബസ്സുകൾ ഉൾപ്പെടെ യാത്രക്കാരില്ലാതെ ഇപ്പൊ ബസ് ഉടമകൾ എന്ത് ചെയ്യണമെന്ന അവസ്ഥയിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. കോഴിക്കോട് 100-ലധികം സർവീസുകൾ നിർത്തിവെക്കാനാണ് സ്വകാര്യ ബസ് ഉടമകളുടെ തീരുമാനം. കാരണം ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയെ മാറിയിരിക്കുകയാണ്. ഒരു ദിവസം ഒരു ബസ്സിന് ഒരു 6000-7000 രൂപയൊക്കെ നഷ്ടമുണ്ടെന്നാണ് പല ഉടമകളും പറയുന്നത്. കാസർഗോഡ് നിന്നുള്ള അന്തർ സംസ്ഥാന യാത്രകൾക്കടക്കം KSRTC ബസ്സുകളെയാണ് ഇപ്പോൾ യാത്രക്കാർ ആശ്രയിക്കുന്നത്. കാസർഗോഡ് 7 ബസ് റൂട്ടുകളോളം കർണാടകയുമായി ബന്ധിപ്പിക്കുന്നതാണ്. ഈ റൂട്ടുകളിലൊന്നും സ്ത്രീ യാത്രക്കാർ സ്വകാര്യ ബസ്സുകളിൽ കയറുന്നില്ല എന്നുള്ളതാണ് അവരൊക്കെ പറയുന്നത്. ഒരു ദിവസം 115 രൂപ മാത്രമാണ് സർക്കാരിൽ നിന്ന്
കിട്ടുന്നതെന്നും അത് അതുകൊണ്ട് പ്രത്യേക ഗുണമൊന്നുമില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. തൊഴിലാളികൾക്ക് ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്ത സ്ഥിതി നിലവിലുണ്ട്. സ്വകാര്യ ബസ് ജീവനക്കാരൊക്കെ വലിയ പ്രതിസന്ധിയിലാണ് എന്നുള്ള വസ്തുത കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. കാസർഗോഡ് വെറും 3 റൂട്ടുകളിൽ മാത്രമാണ് KSRTC ബസ്സുകൾ ഇല്ലാത്തത്. എന്നാൽ ഇതൊക്കെ പരമാവധി 15-18 രൂപ പോയിന്റുകൾ മാത്രമാണെന്നും ആണ് കാസർഗോഡിലെ ഉടമകളുമായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോഴിക്കോടും സ്ഥിതി വ്യത്യസ്തമല്ല. പാലക്കാട്, തൃശ്ശൂർ, കണ്ണൂർ എന്നിവിടങ്ങളിലേക്ക് നടത്തുന്ന സർവീസുകൾ അടക്കം നിർത്താനാണ് അവരുടെ തീരുമാനം. ഒരു ദിവസം ഞാൻ പറഞ്ഞില്ലേ 6000-7000 രൂപയൊക്കെ നഷ്ടം വരിക എന്ന് പറഞ്ഞാൽ നിസ്സാര കേസല്ല അത്. പ്രിയദർശിനി സൗജന്യ യാത്ര വന്ന പശ്ചാത്തലത്തിൽ സ്ത്രീകൾ KSRTC ബസ്സിൽ കയറുമ്പോൾ അവരോടൊപ്പം പുരുഷന്മാരും ഒക്കെ കയറുകയാണ്. അത്തരത്തിൽ എല്ലാവരും ആ ബസ്സിൽ കയറി പോകുമ്പോൾ ഭീമമായിട്ടുള്ള നഷ്ടമാണ് സ്വകാര്യ ബസ് ഉടമകൾക്ക് ഉണ്ടാകുന്നത്. കോഴിക്കോടിന്റെ ഉൾപ്രദേശമായിട്ടുള്ള കുറ്റ്യാടി, കുന്ദമംഗലം, താമരശ്ശേരി, മുക്കം, മാവൂര്, വടകര, കൊയിലാണ്ടി അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ നഷ്ടം സഹിച്ചാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. എത്ര ദിവസം അവർ നടത്തുന്നൊന്നും പറയാൻ പറ്റില്ല. ഇത്തരം മേഖലകളിലേക്കുള്ള സർവീസുകളെല്ലാം നിർത്തിവെക്കാനാണ് സ്വകാര്യ ബസ് ഉടമകളുടെ ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പകുതി സർവീസുകളോളം ഇപ്പോൾ തന്നെ നിർത്തിയിട്ടുണ്ട്. ബസ് ചാർജ് വർധന നടപ്പിലാക്കുകയോ വിദ്യാർത്ഥികളുടെ കൺസെഷൻ വർദ്ധിപ്പിക്കുകയോ ചെയ്യണമെന്ന് ഇവർ പറയുന്നുണ്ട്. ഇവരുടെ ഈ ആവശ്യം പക്ഷെ സർക്കാർ അനുവദിക്കുന്നില്ല. ഇതൊന്നും ചെയ്യണം, അത് ജനങ്ങൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് അത് ചിലപ്പോൾ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് നമുക്ക് കരുതാം. പക്ഷേ അവർക്കൊരു കാര്യം ചെയ്യാമല്ലോ. ഈ KSRTC-യിൽ സൗജന്യ യാത്ര വനിതകൾക്ക് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടൊരു 600-700 കോടി രൂപ ഗവൺമെന്റ് കൊടുക്കും എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അത് ഈ സ്വകാര്യ ബസ് ഉടമകൾക്ക് കൊടുക്കുന്നേ, അത് അവർക്കും കൊടുക്കുക. അവരും സൗജന്യമായിട്ട് ഈ സ്ത്രീകളെ കൊണ്ടുപോകട്ടെ. അതായത് ഈ ഒരു പദ്ധതി വിജയകരമാകണമെങ്കിൽ ഈ KSRTC എത്താത്ത പലയിടങ്ങളും ഉണ്ടല്ലോ, അത് സർക്കാരും സമ്മതിക്കുന്നുണ്ടല്ലോ. അങ്ങോട്ടേക്കൊക്കെ ഈ സ്വകാര്യ ബസ്സിൽ സ്ത്രീകൾ യാത്ര ചെയ്യട്ടെ. അപ്പൊ ഇവർക്കും ഈ ഒരു നഷ്ടം ഉണ്ടാകില്ല, ആ മേഖലയും രക്ഷപ്പെടും. അവർക്ക് അതുകൊണ്ട് ഈ പറയുന്ന KSRTC കൊടുക്കും പോലെ തന്നെ ഉള്ള സൗജന്യ ഒരു യാത്ര അനുവദിക്കുമ്പോൾ അതിനനുസരിച്ച് ഒരു 600-700 കോടി സ്വകാര്യ ബസ് ഉടമകൾക്കും കൊടുക്കുക. അപ്പൊ പ്രശ്നമൊക്കെ തീർന്നു കിട്ടുമല്ലോ. ഇതിപ്പോ ഒരു ഈക്വാലിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈക്വാലിറ്റി ആണെങ്കിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ ഇവിടെ സൗജന്യ യാത്ര കൊടുക്കണം. പക്ഷെ ഇവിടെ സ്ത്രീകൾക്ക് മാത്രം കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരാണ് കേരളത്തിലുള്ളതെന്നുള്ള കാര്യം UDF-ന് അറിയാവുന്നതുകൊണ്ടാണ് അവരതിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നതുകൊണ്ടാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ സ്വകാര്യ മേഖല നശിപ്പിച്ചാൽ ഇപ്പൊ തന്നെ KSRTC ബസ് വല്ലാത്തൊരു അവസ്ഥയിലാണ്. ആ മേഖലയും പൂട്ടിക്കെട്ടലിന്റെ ഏകദേശം വക്കിലൊക്കെ എത്തി നിൽക്കുകയാണ്. സ്വകാര്യ ബസ് മേഖല കൂടി പൂട്ടിക്കെട്ടലിന്റെ വക്കിൽ നിന്നിട്ടുണ്ട്. എന്റെ പൊന്നു സതീശ, ഇവിടെ എല്ലാവർക്കും കാറും ജീപ്പും ബൈക്കും ഒന്നും ഇല്ല. പലരും ഇതുപോലെ പല ബസ്സും മറ്റുള്ള മാർഗങ്ങളും ഒക്കെ ഉപയോഗിച്ച് ജോലിക്കും മറ്റുമൊക്കെ പോകുന്നവരാണ്. അതുകൊണ്ട് അത് മുട്ടിക്കരുത്, അവരുടെ ഉപജീവന മാർഗവും അവരെ ദുരിതക്കയത്തിലേക്കും ആക്കരുതെന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇനി കാളവണ്ടി കാലഘട്ടത്തിലേക്കാണോ നമ്മുടെ VD സതീശൻ ഈ ഒരു ആളുകളെ കൊണ്ടുപോകാൻ, ഈ ഒരു നമ്മുടെ സംസ്ഥാനത്തെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ള കാര്യം കൂടി എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഇന്ദിരാ കാളവണ്ടി എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഇവർ ഇറക്കുമോ എന്ന് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഉറ്റുനോക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും മുഖ്യമന്ത്രിക്കും ഗതാഗത മന്ത്രിക്കും ഒക്കെ വലിയ രീതിയിൽ തന്നെ ബസ് ഉടമകൾ നിവേദനം നൽകുന്നുണ്ട്. പക്ഷേ അതിലൊന്നും പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള അനുകൂലമായ നിലപാടെടുത്തൊന്നും കാണുന്നില്ല. ജൂലൈ 20 മുതൽ എന്തായാലും ബസ് ഉടമകൾ സമരത്തിലേക്കാണെന്നുള്ള വാർത്തകൾ കൂടി വരികയാണ്. ഈ തവണ ബസ് ഉടമകൾ നടത്തുന്ന സമരത്തെ ഞാൻ വലിയ രീതിയിൽ തന്നെ പിന്തുണയ്ക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, കാരണം ആ ബസ് ഉടമയ്ക്ക് ഉണ്ടാവുന്ന നഷ്ടം മാത്രമാണോ? അവിടെ ആ ബസ്സിൽ എത്ര അധികം ആളുകളാണ് യാത്ര ചെയ്യുന്നത്. അവർക്ക് കുടുംബം ഉണ്ടെന്നേ, അവർക്ക് മക്കളുണ്ടെന്നേ, അവരുടെ മക്കൾ പഠിക്കാൻ പോകുന്നുണ്ടെന്നേ, അങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുണ്ടെന്നേ അവർക്ക് എല്ലാവർക്കും. അതുകൊണ്ട് അവരെ നമ്മൾ കാണാതെ പോകരുത്. സർക്കാർ സത്യത്തിൽ ആ മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. ആ മേഖലയെ അങ്ങനെ തകർത്ത് കളയേണ്ട മേഖലയല്ല, അതിനെ താങ്ങി നിർത്തേണ്ട മേഖലയാണ്. VD സതീശനും സംഘവും ഒക്കെ ഇങ്ങനെ കാറിനെ ചീറിപ്പാഞ്ഞു പോകുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും സാധാരണക്കാരുടെ പ്രശ്നങ്ങളും സാധാരണക്കാരുടെ ആവശ്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ കുറച്ച് പാടായിരിക്കും. പക്ഷേ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇവരെ നന്നായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ഞങ്ങളൊന്നും ഇളിച്ച മുഖം കൊണ്ട് പൂക്കി ചിരിയിരിച്ചുകൊണ്ട് അവരുടെ ഇടയിലേക്ക് ഇറങ്ങുന്നത് അവരെ സോപ്പിട്ട് വോട്ട് മേടിക്കാൻ വേണ്ടിയല്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.